വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ രണ്ട് ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിന്റെ KSU സംസ്ഥാന അധ്യക്ഷന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് നൽകിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ടതായിട്ടുണ്ട്, നിലനിൽക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോയിന്റ്മെന്റ് തരാത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ഒരു വലിയ തെറ്റായി ഞാൻ കാണുന്നില്ല. ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നത് KSU അല്ല എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അസന്നിഗ്ധമായി ചോദിച്ച ചോദ്യം. അതിനുശേഷമാണ് താങ്കൾ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചത്. ആ സമയം നൽകിയില്ല. ഇന്ന് നിങ്ങൾ ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി KSUവിനെ കാണേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. ആ യൂണിറ്റ് കമ്മിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പിടർ നിയമനവുമായിട്ട് അവർക്ക് റോളില്ല എന്നാണ് പറഞ്ഞത്. ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം, അതിനെ ഞാൻ നിരാകരിക്കുകയോ അദ്ദേഹം പറഞ്ഞ വാദഗതി തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ യൂണിറ്റ് കമ്മിറ്റിയിലെ വിദ്യാർത്ഥികളുടെ വൈകാരികതയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്നു. അത് മുഖ്യമന്ത്രി ആ തരത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി അല്പം കൂടി ജാഗ്രത ആ ഒരു വിഷയത്തിൽ പുലർത്തേണ്ടിയിരുന്നു. അതെൻ്റെ ഒരു അഭിപ്രായം, സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന വിഷയമായിട്ട് കൂട്ടിക്കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരിക്കലുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഹിന്ദു ഐക്യവേദിയെ കണ്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചരടിൽ അതിനെ കോർത്തിണക്കേണ്ട കാര്യമില്ല എന്നതാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അഭിപ്രായം. നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായി അധികാരത്തിലെത്തിയ സർക്കാരിന്റെ തലവൻ നിങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുന്നില്ല, പകരം ഹിന്ദു ഐക്യവേദി നേതാവിനെ കാണുന്നു. അതാണ് വിമർശന വിധേയമാകുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു രാത്രി ഇരുട്ടി വെളുത്തു എന്നതുകൊണ്ടൊന്നും ലോകാവസാനം സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്. നിരന്തരമായി അദ്ദേഹത്തെ കാണാനുള്ള അവസരം KSUവിനുണ്ടാകും. തീർച്ചയായിട്ടും. കാരണം VD സതീശൻ എന്റെ കൂടി നേതാവാണ്. കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ UDFന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറുമ്പോൾ വന്ന മുഖ്യമന്ത്രി എന്റെ കൂടി നേതാവാണ് VD സതീശൻ.